എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അലീനയും ബാലചന്ദ്രനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരിടത്തേക്ക് നിന്നെ പറഞ്ഞയക്കാൻ ഞാൻ ഒരുക്കൊന്നുമല്ല, നീ അത്രയ്ക്കും സുരക്ഷിതമാണെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തേക്ക് മാത്രമേ ഞാൻ പറഞ്ഞയക്കൂ എന്ന് ബാലൻ പറയുമ്പോൾ, ഞാൻ ബാമച്ചനങ്ങളോടും പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്ന് ജോലി തരപ്പെടുത്താൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിനക്കെന്താ വേണ്ടുന്നതെന്ന് ചെയ്തു തരാൻ എനിക്കറിയാമെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം അലീന താഴേക്ക് പോകുന്നു. താഴെ അലീനെ വെയിറ്റ് നിൽക്കുന്ന ബബിതയും കൃഷ്ണ ഇപ്പോൾ അലീനയുടെ ചോദിക്കുന്നു, ചേച്ചിയെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പോകുന്നേ? ഞാൻ എത്ര ചോദിച്ചിട്ടും അച്ഛൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകട്ടെ എന്നിട്ട് അറിയിക്കാമെന്ന അച്ഛൻ ഇപ്പോൾ പറഞ്ഞതെന്നാണ് അലീന അവരോടെ അറിയിക്കുന്നത്. കൃഷ്ണ ഇപ്പോൾ പറയുന്നുണ്ട്, ചേച്ചിയെ മിക്കവാറും ഇതിലും ദൂര സ്ഥലത്തേക്കായിരിക്കും മാറ്റുന്നത്. തീ കേൾക്കുന്ന ബബിത, അത് പിന്നെ ചോദിച്ചു മേടിച്ചതല്ലേ, നിൽക്കുവോ വരുവോ പോവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കൃഷ്ണ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ അലീനയുടെ ചോദിക്കുന്നു, ചേച്ചിക്ക് അത്രയ്ക്ക് ഉറപ്പാണോ അച്ഛൻ സ്ഥലം കണ്ടുപിടിച്ചു എന്നുള്ളത്? ആയിരിക്കുമെന്നാ അലീന പറയുന്നത്. അല്ലേ പിന്നെ അങ്ങനെ പറയില്ലല്ലോ. അന്നേ ദിവസം രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അലീന എന്ത് ചെയ്യുന്നാണ് ബാലൻ ചോദിക്കുന്നത്. ചേച്ചി കുളിക്കുക, മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോഴേക്കും വരുമെന്ന് ബബിത പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് ബാലനിപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് അവരോടെ പറയുന്നത്. ഇത് കേൾക്കുന്ന ബബിത മറുപടിയായി, ഞങ്ങൾക്കിതൊന്നും ശീലമില്ലാഞ്ഞിട്ടല്ലേ? ബബിത ഇപ്പോൾ മറ്റൊന്ന് ബാലനോട് ചോദിക്കുന്നേ, അലീന ചേച്ചി ഇവിടുന്ന് പോയിട്ട് അമ്മ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് കേൾക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ലെന്നാ ബാലൻ പറയുന്നത്. അച്ഛൻ എന്തിനാ അലീന ചേച്ചിയുടെ ഈ ജോലിയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടുന്നേ? ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ടല്ലേ ചേച്ചി ഇവിടുന്ന് പോകുന്നത്? അല്ലെങ്കിൽ കുറച്ച് നാളും കൂടി ഇവിടെ തന്നെ നിൽക്കില്ലായിരുന്നെന്നാ ഇപ്പം ബബിത ചോദിക്കുന്നത്. മറുപടിയായി ബാലൻ, നമ്മൾ ജോലി വാങ്ങിക്കൊടുത്താലും ഇല്ലെങ്കിലും അവൾ ഇവിടുന്ന് പോകും. അവൾക്ക് വേണ്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയാ ഞാൻ പോയതെന്നാണ് ബാലൻ പറയുന്നത്. കേട്ടപാടെ രോഹിത് ചോദിക്കുന്നുണ്ട്, എവിടെയാ അച്ഛാ സ്ഥലം? അലീന നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? കുളത്തൂപ്പുഴയാണെന്നാണ് ബാലൻ പറയുന്നത്. ബബിത ഇപ്പം ചോദിക്കുന്നുണ്ട്, അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അല്ലേ ചേച്ചി അവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങി ചേരും, പിന്നെ നമ്മളെ മറക്കുകയും ചെയ്യും. തന്നെ ഇവിടത്തേക്ക് ഓർക്കാനും മാത്രം എന്താ ഉള്ളത്? അലീന ചേച്ചിയെ വിഷമിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ എന്നാ കൃഷ്ണ ഇപ്പോൾ അവരോടായി പറയുന്നത്. ഇത് കേൾക്കുന്ന ബബിത, അത് ഞങ്ങളെ രണ്ടുപേരെയും കുത്തി പറഞ്ഞതല്ലേ? അതേസമയം തന്നെ അലീനയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഒരു വഴക്ക്? ഇതെന്താ വിളമ്പി വെച്ചിട്ട് ആരും ഒന്നും കഴിക്കുന്നില്ലേ? മറുപടിയായി ബാലൻ, നീ വരട്ടേന്നും കാത്തിരിക്കുമായിരുന്നു. അല്ല ചേച്ചി ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് കൃഷ്ണ ചോദിക്കുന്നു. വന്ന സമയം തൊട്ട് അല്ല ചേച്ചി എല്ലാവരും കൂടി ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഇവിടെ അലീന അങ്ങനൊന്നും പറഞ്ഞുകൂടാ. ഒരാൾക്ക് പശ്ചാത്താപം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ പാടില്ലെന്നാ. പക്ഷേ അങ്ങനെ ചെയ്ത കാര്യമൊന്നും ആരും മറക്കത്തില്ല, അതൊക്കെ എപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാവും. അതിനൊക്കെ ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചില്ലേ, അതും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമില്ലെന്നാണ് അലീന അവരോട് പറയുന്നത്. ഇത് കേൾക്കുന്ന ബാലൻ അത് വളരെ ശരിയാണെന്ന് പറയുന്നു. ബാലനിപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഇവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇവള് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിതിനൊക്കെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവരോടെ പറയുന്നു. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ജോലികളെല്ലാം ഒതുക്കി അലീന ഇപ്പം മുറി വന്ന ശേഷം മനുവിനെ ഫോൺ ചെയ്യുകയാണ്. ആകെ തിരക്കായിപ്പോയി മനുവേട്ട, വേറൊന്നും കൊണ്ടല്ല വിളിക്കാഞ്ഞത്. വന്നതിന് ശേഷം ഒരുപാട് ജോലികളുണ്ടായിരുന്നു. വീടിനകം തന്നെ ക്ലീനിങ് ചെയ്യാനായിട്ട് 2-3 ദിവസം എടുത്തു. പിന്നെ വാഷിങ് കുക്കിംഗ് അതെല്ലാം കൂടെ ആകെ തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഒരു സാവകാശം കിട്ടി ഇതുവരെയും വിളിക്കാഞ്ഞെന്ന് മനുവിനോടെ പറയുന്നു. നീ എന്തായാലും പോകാനായി തന്നെ തീരുമാനിച്ചോ? എവിടേക്കാണ് നീ പോകുന്നതെന്നാണ് മനു ചോദിക്കുന്നത്. കുളത്തൂപ്പുഴയിൽ ഫോറസ്റ്റിനടുത്തായിട്ട് ഒരു വീട് ശരിയാക്കിയിട്ടുണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്. എന്തായാലും അച്ഛൻ കണ്ടെത്തിയ വീടല്ലേ, മോശം വരില്ലെന്നാ അലീന പറയുന്നത്. നീ ഇങ്ങനെ ഒരു പരിചയമില്ലാത്തവരുടെ വീട്ടിലൊക്കെ പോയി വീട്ടുജോലി ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് മനു പറയുന്നു. എന്തൊക്കെയായാലും അച്ഛൻ കണ്ടെത്തിയ ജോലിയല്ലേ, അതിനൊരു പ്രത്യേക മര്യാദ തന്നെയുണ്ടെന്നാ അലീന ഇപ്പം മനുവിനോട് പറയുന്നത്. അച്ഛനെന്തായാലും നീ ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ബാക്കി വെക്കില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഗംഗാധരങ്ങളെ കണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പോവുകയെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ മനുവേട്ടൻ അറിഞ്ഞു എന്നാണ് അലീനയുടെ ചോദ്യം. ഗംഗാധരങ്ങൾ ഇവിടെ വീട്ടിലിപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലീന പോകാതെ എങ്ങനെ വൈജയന്തി തിരിച്ചയക്കാമെന്ന് ആലോചിക്കാനാണ് വെള്ളിച്ചം വന്നേക്കുന്നത്. ഇത് കേൾക്കുന്ന അലീന, ഞാൻ പോകാതെ ഒരിക്കലും മാഡം ഇങ്ങോട്ടേക്ക് വരില്ല. ഇതിനെക്കാട്ടൊക്കെ ഒത്തിരി ഭേദമല്ലേ നീ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് വൈജയന്തി ഒരു പാട വീട്ടിലേക്ക് വിടുന്നത്. ഇത് കേൾക്കുന്ന അലീന, എത്ര കാലം അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? ചിലപ്പോൾ മാഡം അതിനിടയ്ക്ക് ഡിവോഴ്സിന് പോയാലോ? നീ പറയുന്നതൊക്കെ ഒരു കണക്കിന് ശരിയാ, പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ലല്ലോ. എന്തായാലും വരുന്നത് വരട്ടെ എന്നാണ് അലീന പറയുന്നത്. പിന്നെ നീ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് അങ്ങ് അകന്നു പോകും. ഇടയ്ക്കൊന്ന് കാണാൻ പോലും പറ്റത്തില്ല. ഫോൺ വിളിക്കുന്നതിലും ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്നാ അലീന പറയുന്നത്. ഇതൊക്കെയായാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. നീ പറഞ്ഞതുപോലെ തന്നെ കേട്ടാൽ മതിയെന്നാ മനു പറയുന്നത്. എന്നാൽ ശരി, ഗുഡ് നൈറ്റ് മനുവേട്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കോള് കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഡൈനിങ് ഹാളിലേക്ക് ഗംഗാധരനും മനുവിൻ്റെ അച്ഛനും എത്തുന്നുണ്ട്.
എന്തായി ബാലൻ തിരിച്ചെത്തിയോന്നാ അവരുടെ ചോദ്യം. ഇന്ന് തന്നെ എത്തിയെന്ന് മനു പറയുന്നുണ്ട്. നീ പിന്നെ വേറെ എന്തെങ്കിലും ചോദിച്ചോ? സാൻഡി ജോസഫിനെ കാണാൻ പോയിട്ട് കാര്യങ്ങൾ എന്തായിന്ന് ഞാൻ ചോദിച്ചിരുന്നു. അത് കേട്ടപ്പോൾ അങ്കിളിനാകെ സർപ്രൈസ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. വെല്ലിച്ചൻ വന്നിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? ഇനിയിപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യത്തില്ലേ? ഇതിപ്പോൾ ഹൈഡ് ചെയ്യാനും മാത്രം എന്താ ഉള്ളതെന്നാണ് മനുവിൻ്റെ ചോദ്യം. എന്നിട്ട് എന്ത് പറഞ്ഞു എന്നാണ് മനുവിൻ്റെ അച്ഛനും ചോദിക്കുന്നത്. പോയി കണ്ടു സംസാരിച്ചു എന്നൊന്നും കൃത്യമായി പറഞ്ഞില്ല. കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാമെന്നാണ് അങ്കിൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ അലീന അയാളുടെ അടുത്തേക്ക് തന്നെ പോകുന്ന ഉറപ്പാണോ? അത് ഞാൻ ചോദിച്ചപ്പോൾ തീരുമാനമായിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകൊണ്ട് മനുവിൻ്റെ അച്ഛൻ ഇപ്പോൾ അവരോടായി പറയുന്നു, നമുക്ക് നാളെ തന്നെ എന്തായാലും കടപ്പാട്ടൂരേക്കൊന്ന് പോകണം. അല്ലി ജോസഫിനെ അയാൾ കണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കണ്ടേ? അവർ രണ്ടുപേരും തമ്മിലെങ്ങാനും കാണാനിടയായ എല്ലാ കാര്യങ്ങളും പൊളിയും. കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഗംഗാധരൻ ചോദിക്കുന്നത്. മറുപടി അയാൾ, ബാലേന്ദ്രനോട് നമുക്ക് പറയാം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. കേൾക്കുന്ന ഗംഗാധരൻ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അവിടേക്ക് എങ്ങനെ ചെന്ന് വല്ലതും പറഞ്ഞാൽ നമ്മളെ തൊലി ഉരിച്ച് കളയും. മറുപടിയായി മനു, ചീറ്റ് ചെയ്ത ആർക്കാ വില്ലിച്ച ഇങ്ങനെ പകയില്ലാത്തത്? മനു, എന്തായാലും നാളെ പോകുമ്പോഴത്തേന് നീ കൂടി ഞങ്ങളുടെ കൂടെ വരണമെന്നാണ് ഗംഗാധരൻ പറയുന്നത്. ഇത് കേൾക്കുന്ന മനുഷ്യങ്കർ, ഞാൻ വന്നിട്ടിപ്പോൾ എന്ത് ചെയ്യാനാ? വേറൊന്നിനുമല്ല, നിന്നോട് അയാൾക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ട് നീയും വരണമെന്നാ മനുവിനോട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആരോടും പറയേണ്ടതില്ലെന്നും അവർ തീരുമാനം എടുക്കുന്നു. ഈ ദിവസം രാവിലെ കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് ബബിത. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അലീന ടിഫിൻ ബോക്സുമായി എത്തുന്നു. ഇതെന്താ ബബിത, ഫുഡൊന്നും വേണ്ടേ? ഓ, ഞാൻ മറന്നുവെന്നും പറഞ്ഞ് അലീനയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ച് ബബിത ബാക്കി വെക്കുന്നുണ്ട്. ഇന്ന് പതിവിലും ലേറ്റാണല്ലോ, എന്ത് ചെയ്യാനാ, ലേറ്റായി ശീലിച്ചു പോയെന്നാണ് ബബിതയുടെ മറുപടി. രേം പറഞ്ഞ് നടന്നിറങ്ങിയ ശേഷം തിരിച്ച് കയറി ചെന്ന് അലീനെ കെട്ടിപ്പിടിച്ച് ബബിത ഒരു ഉമ്മ കവിളിൽ കൊടുക്കുന്നു. ഇത് കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുക അലീന. ഇത് എന്നതാടിയെന്നാണ് അലീന ചോദിക്കുന്നത്. പിന്നെ ബബിത ഇറങ്ങിയ പാടെ ഗംഗാധരനും ശിവശങ്കരനും മനുവും കൂടി വീട്ടിലേക്ക് വന്നു കയറുന്നു. അവരെ കണ്ടോണ്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരും കൂടി പെട്ടെന്നൊരു സർപ്രൈസ് വിസിറ്റ്? നമുക്ക് ബാലിനെ കാണാനാണെന്നാ ഗംഗാധരൻ പറയുന്നത്. അച്ഛനിവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ മുകളിലെ മുറിയിലുണ്ടെന്നും അലീന മറുപടി പറയുന്നു. എന്തായാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ, നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ലെന്നാണ് ഗംഗാധരൻ പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.